ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുള്ളവർക്ക് താമസിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ബ്രാൻഡാണ് കഫേ കോഫിയുടെ. പക്ഷേ കഫേ കോഫിയുടെ വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവം 2019 7,000 കോടി രൂപയുടെ കടത്തിന്റെ പേരിൽ കഫേ കോഫിയുടെ ഉടമ വിജെ സിദ്ധാർത്ഥ നേത്രാവതി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തപ്പോഴാണ്. എന്നാൽ 7,200 കോടിയുടെ ബാധ്യത ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ വെറും 3 വർഷം കൊണ്ട് ബാധ്യതകളൊക്കെ തന്നെയും തീർത്ത് തന്റെ ഒറ്റയാൾ പ്രയത്നത്തിലൂടെ ലാഭത്തിൽ എത്തിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥയുടെ ഭാര്യ മാളവിക ഹെഗ്ഡെ. 100 days 100 stories Day 10. സ്വന്തം തോട്ടത്തിൽ കൃഷി ചെയ്തെടുത്ത ബീൻസ് ഉപയോഗിച്ചുകൊണ്ട് 1996 ബാംഗ്ലൂരിൽ ആരംഭിച്ച ബ്രാൻഡാണ് കഫേ കോഫിയുടെ. 2011 ആകുമ്പോഴേക്കും ഇന്ത്യ ഒട്ടാകെ 1000-ലേറെ ഔട്ട്ലെറ്റുകൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് ലോകത്ത് തന്റെ പല കണക്കുകൂട്ടലുകളും പിഴച്ചുപോയ സിദ്ധാർത്ഥ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. സിദ്ധാർത്ഥയുടെ മരണം അവശേഷിപ്പിച്ച ദുഃഖത്തിൽ തളർന്നിരിക്കാൻ പക്ഷെ മാളവികയ്ക്ക് ആകുമായിരുന്നില്ല. കാരണം തന്റെ ഭർത്താവ് തോറ്റുപോയ ഒരാളല്ല, മറിച്ച് ചില കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയതാണെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. തങ്ങളുടെ കാപ്പിയുടെ വില 1 രൂപ പോലും കൂട്ടാതെ കമ്പനി എങ്ങനെ ലാഭത്തിലാക്കാമെന്ന് മാളവിക ചിന്തിച്ചു. ഔട്ട്ലെറ്റ്സിന് പുറമെ രാജ്യത്തെമ്പാടുമുള്ള IT പാർക്കുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരുന്ന കിയോസ്കുകൾ പിൻവലിച്ചുകൊണ്ടും ലാഭകരമല്ലാത്ത ഔട്ട്ലെറ്റുകൾ കൂട്ടിക്കൊണ്ടും അവർ ചെലവ് ചുരുക്കി. മാത്രമല്ല പുറമെ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിച്ചു. ഇത്തരത്തിൽ 1 വർഷം കൊണ്ട് 7,200 കോടി ഉണ്ടായിരുന്ന കടം 3,200 കോടിയായി അവർ കുറച്ചു. അടുത്തൊരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ലോങ് ടേം ക്രെഡിറ്റ് ആയ 1,200 കോടി രൂപ മാത്രമായി കഫേ കോഫിയുടെ കടം. അടയാളപ്പെടുത്തലാണ് മാളവിക ഹെഗ്ഡെ. ഒരു നിമിഷം മനസ്സൊന്ന് പതറിയപ്പോൾ സിദ്ധാർത്ഥയോടൊപ്പം മുങ്ങിത്താഴുമായിരുന്ന ബിസിനസ് സാമ്രാജ്യത്തെ ഒറ്റയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ധീര വനിത.